എയർപോർട്ട് ഡാനി എന്ന് പറയുമ്പം തന്നെ എല്ലാവർക്കും ഒരു പേടി സ്വപ്നവും എല്ലാവർക്കും കുറേ കഥകൾ പറയുവാനുണ്ട്. ശരിക്കും ആരാണ് എയർപോർട്ട് ഡാനി? മറ്റൊരു വ്യക്തിയെ കൊണ്ട് ഡാനിയുടെ കാലെ പിടിപ്പിക്കുവാനും ക്ഷമ പറയുവാനും ആ ദൃശ്യം സോഷ്യൽ മീഡിയയിൽ അയച്ചു കൊടുക്കുവാനും ഡാനിക്ക് എന്ത് അവകാശമാണുള്ളത്? അല്ലെ ഡാനിക്ക് എവിടെ നിന്നാണ് നിയമമുള്ളത്? അജിൻ കണ്ടോ ഞാനാണ് സോഷ്യൽ മീഡിയയിൽ അയച്ചു കൊടുത്തതെന്നുള്ളത്? പലർക്കും അറിയാം ഇതിൻ്റെ സത്യാവസ്ഥ. പലരും അറിഞ്ഞിട്ടും ഉറക്കം നടിച്ചിരിക്കുന്ന മീഡിയക്കാരാണ് പലരും. എനിക്ക് സ്വന്തമായിട്ട് സഹോദരനില്ല, സഹോദരി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനൊരു സഹോദരനെ കണക്ക് തന്നെയാണ് അവനെ കണ്ടത്. ബാക്കി സുഹൃത്തുക്കളെക്കാളും കുറച്ചും കൂടെ ഒരു പരിഗണന കൂടുതൽ അവന് കൊടുത്തിട്ടുണ്ട്. വീട്ടിൽ വന്ന് ആ സ്വാതന്ത്ര്യം കൊടുത്തിട്ട് എൻ്റെ വീട്ടിലുള്ള ഒരു പെണ്ണിനോട് ചെറ്റത്തരം കാണിച്ചതിൻ്റെ പേരിലാണ് ഈ വീഡിയോ സംഭവിക്കുന്നത്. ഇതേ കാര്യം അജിൻ്റെ വീട്ടിലായിരുന്നെങ്കിൽ അജിൻ എങ്ങനെ പ്രതികരിക്കുമായിരുന്നു? തീർത്ത് കളയും. അങ്ങനെ ഒരു സുഹൃത്ത് സ്വന്തം വീട്ടിലൊരാളോട് ചെയ്തപ്പോൾ ഒരു ആണെന്ന നിലയിൽ ഏറ്റവും കൂടുതൽ തോറ്റുപോകുന്ന ഒരു നിമിഷം അതല്ലേ? നമ്മൾ ലോകം കീഴടക്കിയാലും ചില സ്ഥലത്ത് നമ്മൾ തോറ്റുപോകുന്ന സാഹചര്യം നമ്മുടെ ലൈഫിൽ വരുമല്ലോ. എനിക്ക് അങ്ങനെ തോന്നിയ ഒരു നിമിഷം തന്നെയാണത്. കാലെ പിടിച്ച് മാപ്പ് പറയുന്ന ആ ഒരു വീഡിയോ ഇറങ്ങിയ സമയത്ത് ഒരുപാട് യൂട്യൂബേഴ്സ് പ്രതികരിച്ചല്ലേ അതിനെതിരെ? അരിയണ്ണൻ അങ്ങനെ എന്തോ ഒരു സീക്രട്ട് ഏജന്റ് അവനിട്ടിരുന്ന ഒരു വീഡിയോ എൻ്റെ അടുത്ത് വിളിക്കാനായിട്ട് പറഞ്ഞു സീക്രട്ട് ഏജന്റ്. അപ്പോൾ എപ്പോഴെങ്കിലും ഡാനിക്ക് ഒന്ന് വിളിക്കാമായിരുന്നല്ലോ. അയ്യേ, എൻ്റെ പട്ടിക്ക് വിളിക്കേണ്ട കാര്യമില്ലല്ലോ അവനെ. എല്ലാവർക്കും നമസ്കാരം, ഞാൻ അജിൻ വർഗീസ്. ഇതിനോടൊപ്പം ഉള്ളത് തിരുവനന്തപുരത്ത് യുവാക്കൾക്കെല്ലാം ഈ ഒരു വ്യക്തി ഹരമാണ്. നമുക്ക് ഹരമാണോ എന്ന് നമുക്ക് ചോദിച്ചറിയാം. അതോടൊപ്പം എയർപോർട്ട് ഡാനി എന്ന് ഈ വ്യക്തി ആളുകൾ വിശേഷിപ്പിക്കുന്നു. എയർപോർട്ട് ഡാനി ഒരു ഗുണ്ടയാണോ? താൻ ഗുണ്ടയാകാനുള്ള ജീവിത യാത്രകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചറിയാം. ഡാനി നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷമൊക്കെ? സുഖം. എന്തുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. തിരുവനന്തപുരത്ത് നമ്മൾ വന്നിറങ്ങിയപ്പം തന്നെ എയർപോർട്ട് ഡാനി എന്ന് പറയുമ്പം തന്നെ എല്ലാവർക്കും ഒരു പേടി സ്വപ്നവും അതോടൊപ്പം എല്ലാവർക്കും കുറേ കഥകൾ പറയുവാനുണ്ട്. ശരിക്കും ആരാണ് എയർപോർട്ട് ഡാനി? ശരിക്കും ആരാണെന്ന് ചോദിച്ചാൽ ഞാനൊരു ബേസിക്കലി ഒരു ബിസിനസ്മാനാണ്. അതോടൊപ്പം തന്നെ ഞാനൊരു DJ ആർട്ടിസ്റ്റാണ്. യൂട്യൂബിൽ സെർച്ചിങ് ലിസ്റ്റ് എയർപോർട്ട് ഡാനി എന്ന് സെർച്ച് ചെയ്യുമ്പം തന്നെ ഒരു വീഡിയോ വരും. മറ്റൊരു വ്യക്തി എയർപോർട്ട് ഡാനിയുടെ കാലയിൽ ചുംബിക്കുന്നൊരു വീഡിയോ. ആ ദൃശ്യത്തിലോട്ട് പോയിട്ട് നമുക്ക് സംസാരിച്ചാൽ പോരെ? ഓക്കെ. ചുംബിപ്പിക്കുകയും ചെയ്തത് ഒപ്പമുള്ളവരോട് യുവാവിനെ മർദ്ദിക്കുന്നത്. നേരത്തെ ഇരു വിഭാഗങ്ങൾ തമ്മിൽ സംഘർഷമുണ്ടായിരുന്നു. മറ്റൊരു വ്യക്തിയെ കൊണ്ട് ഡാനിയുടെ കാലെ പിടിപ്പിക്കുവാനും ക്ഷമ പറയുവാനും ആ ദൃശ്യം സോഷ്യൽ മീഡിയയിൽ അയച്ചു കൊടുക്കുവാനും ഡാനിക്ക് എന്ത് അവകാശമാണുള്ളത്? അല്ലെ ഡാനിക്ക് എവിടെ നിന്നാണ് നിയമമുള്ളത്? ഇപ്പോൾ അജിൻ ഈ ചോദ്യമല്ലേ? അജിൻ കണ്ടോ ഞാനാണ് സോഷ്യൽ മീഡിയയിൽ അയച്ചു കൊടുത്തതെന്നുള്ളത്? 1. 2, ഇതിനുള്ള ചോദ്യത്തിനുള്ള മറുപടി എത്ര മാധ്യമ പ്രവർത്തകർ ചോദിച്ചിട്ടുണ്ട് എന്നോട്? അല്ലെങ്കിൽ എത്ര പേർ അന്വേഷിച്ച് നടന്നിട്ടുണ്ട് എൻ്റെ സത്യാവസ്ഥ? ഒരാളും അന്വേഷിച്ചിട്ടില്ലല്ലോ ഇതുവരെ. ഞങ്ങൾ കാണുമ്പം ഒരു നടു റോഡിൽ ഒരു ചെറുപ്പക്കാരനെ കൊണ്ട് കാലെ പിടിയട, കാലെ തൊറ എന്നൊക്കെ പറയണമെങ്കിൽ ഡാനിക്ക് എവിടെ നിന്ന് അവകാശം കിട്ടുന്നു? അത് എന്നോട് ചോദിച്ചോ ഇതുവരെ ആരെങ്കിലും? ഇപ്പം അജിൻ ചോദിച്ചു. ഇതേ കണക്ക് ഇത്രയും പേര് കണ്ടിട്ട് വേറെ ആരും അതിൻ്റെ സത്യാവസ്ഥ അറിയാൻ ശ്രമിച്ചിട്ടില്ലല്ലോ ഇത്രയും നാളായിട്ട്. അതിൻ്റെ സത്യാവസ്ഥ ഇതാണ്. ആ സത്യകഥകളൊന്നും പങ്കുവെക്കാം. അത് പങ്കുവയ്ക്കാൻ തീർച്ചയായിട്ടും ഞാൻ തയ്യാറാണ്. എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ട് ആരും എന്നോട് ഇത് ചോദിക്കുന്നില്ല? ചിന്തിച്ചിട്ടുണ്ട്. പലർക്കും ഇതിൻ്റെ സത്യാവസ്ഥ അറിഞ്ഞിട്ട് പോലും അത് മാധ്യമ പ്രവർത്തകർ പോലും അതിനെതിരായിട്ടൊരു വീഡിയോ ഇട്ടിട്ടില്ലല്ലോ, അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്തൊരു വീഡിയോ ഇട്ടിട്ടില്ലല്ലോ. സത്യാവസ്ഥ അറിഞ്ഞിട്ട് പോലും പലർക്കും അറിയാം ഇതിൻ്റെ സത്യാവസ്ഥ. പലരും അറിഞ്ഞിട്ടും ഉറക്കം നടിച്ചിരിക്കുന്ന മീഡിയക്കാരാണ് പലരും. അപ്പോൾ നമുക്ക് ആ കഥകളിലോട്ട് പോവാം. ഓക്കെ. ഈ എയർപോർട്ട് ഡാനി എന്ന് പേര് വരാനുണ്ടായ കാരണം എന്തുവാ? കാരണം ഞാൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് ഡൊമസ്റ്റിക് എയർപോർട്ടും ഒരുമിച്ചായിരുന്നു നേരത്തെ. ഇപ്പോഴാണ് രണ്ട് സ്ഥലത്തായത്. അപ്പോൾ ഞാൻ ഡൊമസ്റ്റിക് എയർപോർട്ടിൻ്റെ അടുത്താണ് താമസിക്കുന്നത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഡാനി എവിടെയുള്ളതാണ് ആരാണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും എയർപോർട്ടിൻ്റെ അടുത്ത് താമസിക്കുന്ന ഡാനി എന്ന് പറഞ്ഞ് അത് എയർപോർട്ട് ഡാനി. ചിലപ്പോൾ ഒരുപാട് ഡാനീസ് ഉള്ളതുകൊണ്ടായിരിക്കും പെട്ടെന്ന് അറിയാനായിട്ട് എളുപ്പത്തിൽ എയർപോർട്ട് ഡാനി എന്ന് പറയുന്നതല്ല. പക്ഷെ ഞാൻ കേട്ട കഥ അതല്ല. എന്താണ് കേട്ടത്? ഒരുപാട് പേരെ ആക്രമിച്ചും അടിയുണ്ടാക്കിയും വഴക്കുണ്ടാക്കിയും കൂട്ടുകാർക്ക് വേണ്ടി തൻ്റെ ജീവൻ വരെ കൊടുക്കാൻ കെൽപ്പുള്ളവനായ എയർപോർട്ട് ഡാനി എന്ന ആളുകൾ പേരിട്ടു. അതാണോ കഥ? കൂട്ടുകാർക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ കെൽപ്പ് എന്നും ഉണ്ട്. മരിക്കുന്നവരെയും കൂട്ടുകാർക്ക് വേണ്ടി, എൻ്റെ ഫാമിലിക്ക് വേണ്ടിയും, എന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഞാൻ തിരിച്ച് സ്നേഹം കാണിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ആരും ആക്രമിച്ചോ ഉപദ്രവിച്ചിട്ടോ ഒന്നോ അങ്ങനെ ഉണ്ടായതൊന്നുമല്ല. ഇപ്പോൾ അതുകൊണ്ട് എന്ത് നേട്ടമുണ്ട് ഡാനിക്ക്? എന്തുകൊണ്ട്? കൂട്ടുകാർക്ക് വേണ്ടി ആക്രമിക്കുന്ന ഡാനിക്ക് എന്ത് നേട്ടമുണ്ട്?
കൂട്ടുകാർക്ക് വേണ്ടി ഞാൻ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഞാൻ തിരിച്ച് അവർക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഞാൻ അവർക്ക് വേണ്ടി നിൽക്കും. അതാണ് എനിക്ക് നേട്ടത്തിന് വേണ്ടിയല്ലല്ലോ നിൽക്കുന്നത്. ഒരു അമ്മ മകനെ സ്നേഹിക്കുന്നത് എന്ത് നേട്ടം കണ്ടിട്ടാണ്? അല്ലെങ്കിൽ ഒരു മകൻ അമ്മയെ കണ്ടിട്ട് സ്നേഹിക്കുന്നത് എന്ത് നേട്ടം കണ്ടിട്ടാണ്? അതേ കണക്ക് ഞാൻ എല്ലാവരെയും സ്നേഹിച്ചു പോകുന്നു ഒരേപോലെ. ഡാനി എന്ന പേരിൽ എല്ലാവരും കാഴ്ചക്കാരായത് പൊതുസമൂഹത്ത് പൊതു റോഡിൽ ഒരു വ്യക്തിയെ കൊണ്ട് കാല് പിടിപ്പിക്കുന്ന ഒരു വീഡിയോയാണ്. അത് ചെയ്ത് തെറ്റാന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ടോ ഡാനിക്ക്? ഈ നിമിഷം വരെയും ചെയ്ത തെറ്റാണെന്ന് തോന്നുന്നില്ല. നമ്മൾ കണ്ടതെല്ലാം ന്യൂസ് ചാനലിൽ ഡാനി കാലെ പിടിപ്പിക്കുന്ന ദൃശ്യം വരുന്നു, മാപ്പ് പറയിപ്പിക്കുന്ന ദൃശ്യം വരുന്നു. അതല്ലാതെ അതിന് പിന്നിലൊരു കഥയുണ്ടോ? ഉണ്ട്. ആ കഥയൊന്ന് പങ്കുവെക്കാവോ? തീർച്ചയായിട്ടും പങ്കുവയ്ക്കാം. ഞാൻ അജിനോടൊരു കാര്യം ചോദിക്കട്ടെ. അജിൻ ഒരാളുടെ കാലിൽ പോയി പിടിക്കുമോ? ഒരിക്കലും പിടിക്കത്തില്ല. ഈ പറയുന്ന ഒരു വ്യക്തികളും വേറൊരു വ്യക്തിയുടെ കാലിൽ പോയി പിടിക്കേണ്ട ആവശ്യമില്ല, തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ. ഇതിൻ്റെ ബാക്കിലുണ്ടായ സ്റ്റോറി എന്ന് വെച്ചാൽ ഈ മീഡിയാസും പത്രങ്ങളും എല്ലാവരും ഇതിനെ ബാക്കി ഒരുപാട് കാര്യങ്ങൾ എന്നെ പറ്റി മോശമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നു ഈ സമൂഹത്തിൻ്റെ ഫ്രണ്ടിൽ. എങ്കിൽ പോലും ഒരാൾ പോലും ഇതിന് സത്യാവസ്ഥ അറിയാനായിട്ട് ശ്രമിച്ചിട്ടില്ല. മീഡിയാസാണ്. എൻ്റെ കൂട്ടുകാർക്കോ ബന്ധുക്കൾക്കോ എല്ലാവർക്കും അറിയാം. ഞങ്ങൾ കണ്ട ദൃശ്യം കാലെ പിടിക്കുന്നു, അതിനപ്പുറത്തോട്ടിരിക്കാതെ അറിയത്തില്ല. അതറിയാൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതെ, കാര്യം അതിന് TRP വാല്യൂ കിട്ടി, അതിന് ഒരു ഹൈപ്പ് കിട്ടി, അത് വെച്ച് എല്ലാവരും മാർക്കറ്റ് ചെയ്തു, പൈസ ഉണ്ടാക്കി. അതിൻ്റെ സത്യാവസ്ഥ എന്താണ്? അത് കാരണം എനിക്ക് അനുഭവിക്കേണ്ടി വന്ന ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ എൻ്റെ ഫാമിലിക്ക് അനുഭവിക്കേണ്ടി വന്ന ബുദ്ധിമുട്ടുകളൊന്നും ഒരു മീഡിയക്കാർക്കും ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. അതിനുവേണ്ടി തിരക്കി പോയിട്ടുമില്ല. ഇപ്പോഴും അജിന് ഇതിൽ മുന്നിലോട്ട് വന്ന് എന്താണ് കാര്യം എന്ന് അറിയാനായിട്ട് ചോദിച്ചു. അതുകൊണ്ട് ഞാൻ അതിനുള്ള മറുപടി പറയുന്നു. അപ്പം ഞാൻ ഒരു സുഹൃത്ത് എന്ന് പറയുമ്പോൾ ഞാനൊരു സുഹൃത്ത് വളരെ ഒരു സഹോദരനെ കണക്കാണ് ഞാൻ സുഹൃത്തുക്കളെ കാണുന്നത്. ആൺ സുഹൃത്തുക്കളെ, പെൺ സുഹൃത്തുക്കൾ ഇനി വളരെ കുറവാണ്. ആൺ സുഹൃത്തുക്കളെ ഞാൻ സഹോദരങ്ങളെ കണക്കാണ് കാണുന്നത്. അപ്പോൾ ഈ ആൺ സുഹൃത്തുക്കളെ അതിൽ ഒരു സുഹൃത്ത് എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. ഒരു സഹോദരനെ പോലെ തന്നെ കണ്ടു. സഹോദരനെ പോലെ. എനിക്ക് സ്വന്തമായിട്ട് സഹോദരനില്ല, സഹോദരി മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഞാൻ ഈ ആൺ സുഹൃത്തുക്കളെ ഒരുപാട് സ്നേഹിക്കുന്നത്. അപ്പോൾ ഞാനൊരു സഹോദരനെ കണക്ക് തന്നെയാണ് അവനെ കണ്ടത്. ബാക്കി സുഹൃത്തുക്കളെക്കാളും കുറച്ചും കൂടെ ഒരു പരിഗണന കൂടുതൽ അവന് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീട്ടിൽ വരാൻ പറ്റുന്ന രീതിയിൽ അവന് ഏത് സമയത്തും എൻ്റെ വീട്ടിൽ വരാൻ, ഞാനില്ലെങ്കിലും അവന് വീട്ടിൽ വരാനുള്ള സ്വാതന്ത്ര്യം ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ എന്തുമാത്രം ഫ്രീഡം കൊടുത്തു. അപ്പോൾ അവൻ നിരന്തരം എൻ്റെ വീട്ടിൽ വരാറുണ്ടായിരുന്നു. എപ്പോഴും വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കാറുണ്ട്. വീട്ടിൽ തന്നെയാണ്. വീട്ടിൽ വന്ന് ആ സ്വാതന്ത്ര്യം കൊടുത്തിട്ട് എൻ്റെ വീട്ടിലുള്ള ഒരു പെണ്ണിനോട് ഒരു ചെറ്റത്തരം കാണിച്ചു, അതെന്താണെന്നുള്ളത് എനിക്ക് പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. എൻ്റെ വീട്ടിൽ കയറി ഒരു ചെറ്റത്തരം കാണിച്ചതിൻ്റെ പേരിലാണ് ഈ വീഡിയോ സംഭവിക്കുന്നത്. ഇതേ കാര്യം അജിൻ്റെ വീട്ടിലായിരുന്നെങ്കിൽ അജിൻ എങ്ങനെ പ്രതികരിക്കുമായിരുന്നു? തീർത്ത് കളയും. ആണോ? അപ്പം ഞാൻ അത്ര പോലും ചെയ്തില്ല. അപ്പം ഞാനാണോ ഗുണ്ട, അജിനാണോ ഗുണ്ട? അത് വലിയൊരു ചോദ്യചിഹ്നമാണ്. അപ്പോൾ ഞാനിത് ചെയ്തപ്പോൾ എന്നെ ഗുണ്ട വീട്ടിൽ കയറി ആക്രമിച്ച ഡാനി കൊടുക്കും? തീർച്ചയായിട്ടും കൊടുക്കും. അതിൻ്റെ ഏതറ്റം വരെയും പോകാൻ ഞാൻ തയ്യാറാണ്. അപ്പോൾ അതാണ് സത്യകഥ. അതെ. പക്ഷെ ആ ഒരു വീഡിയോയിലൂടെ ഡാനി എന്ന് പറയുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ ഒരുപാട് വിഷമഘട്ടങ്ങളുണ്ടായി. ഒരുപാട് എനിക്ക് സാമ്പത്തികപരമായിട്ട് എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായി. എൻ്റെ ബിസിനസ്സിന് ഒരുപാട് തകർച്ച. ഞാൻ പറഞ്ഞില്ല, ഞാൻ ആർട്ടിസ്റ്റാണ്. ഞാൻ കുറച്ച് വർഷങ്ങളായിട്ട് ഞാൻ DJ ആർട്ടിസ്റ്റാണ്. എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ DJ ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അതിനുശേഷം എനിക്ക് ആ സമയത്ത്, ഇപ്പോൾ ഓക്കെയാണ്, ഇപ്പോൾ വീണ്ടും ബാക്ക് ടു നോർമലായി. പക്ഷേ ആ സമയത്ത് എനിക്ക് ഒരുപാട് ഷോസിൻ്റെ കാര്യത്തിലും ബിസിനസ്സിൻ്റെ കാര്യത്തിലൊക്കെ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ അജിനോട് പറയുന്ന കണക്ക് എനിക്ക് ഈച്ച് ആൻഡ് എവരി വ്യക്തിയോട് എനിക്ക് പറയാൻ പറ്റില്ല. കാര്യം അവർ മീഡിയനെ വിശ്വസിക്കത്തുള്ളൂ. ഈ പറയുന്ന എല്ലാ മുഖ്യധാര മീഡിയാസും ഉണ്ടായിരുന്നു, എല്ലാ ന്യൂസ് ചാനൽസും ഉണ്ടായിരുന്നു. എന്നിട്ട് ഈ വാദി തന്നെയാണ് പോയി ഹൈക്കോടതിയിൽ പറഞ്ഞത് ഇത് കള്ളക്കേസായിരുന്നു, എനിക്കിത് കേസിനോട് മുമ്പോട്ട് താല്പര്യമില്ല എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലെ ജഡ്ജ് ഈ കേസ് വെറുതെ വിട്ടതാണ്. ജാമ്യത്തിലല്ല, വെറുതെ വിട്ടതാണ്. കോശം എന്ന് പറയുന്ന ഒരു സംവിധാനം ചിലപ്പോൾ അതിനറിയില്ലായിരിക്കും. കോശം എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു കേസില്ല എന്നുള്ളതാണ്. അപ്പം ഈ കാലി പിടിച്ച് വാദി തന്നെ പോയി പറയണമെങ്കിൽ അതിൽ എന്തായിരിക്കും അതിൻ്റെ സത്യാവസ്ഥ? അല്ലേ? പക്ഷേ ഇത് പലർക്കും അറിയാം. ഈ കേസിനായിട്ട് കേസ് തീർന്നു, കേസ് എന്നെ വെറുതെ വിട്ടു, കോടതി എന്നെ വെറുതെ വിട്ടു എന്നുള്ളത് പലർക്കും അറിയാം. കാരണം തെറ്റ് ചെയ്യാത്തതുകൊണ്ടാണല്ലോ വെറുതെ വിടുന്നത്. അതെ. അത് അറിഞ്ഞിട്ട് എത്ര മീഡിയക്കാർ തിരിച്ചെഴുതാനായിട്ട് തയ്യാറായി ഈ നിമിഷം വരെ? ഡാനി കാണുന്ന മീഡിയ എന്തുവാ? മീഡിയ നല്ല രീതിയിൽ ഉള്ള മീഡിയ പ്രവർത്തകരുണ്ട്. പക്ഷെ എൻ്റെ കാര്യം വന്നപ്പോഴത്തേക്ക് ഒരുപാട് നെഗറ്റീവായിട്ടായിരുന്നു മീഡിയ നിന്നത്. അതായത് കാലെ പിടിക്കുന്ന ദൃശ്യം മാത്രമേ അവർ ഇട്ടിട്ടുള്ളൂ. അതെ. അതെന്ത് സംഭവിച്ചു, അത് കഴിഞ്ഞ് ഈ കേസ് എന്തായെന്ന് ആർക്കും അറിയണ്ട. പലർക്കും അറിയാം. പക്ഷെ പലർക്കും വിചാരിച്ച രീതിയിൽ കേസ് ആയിട്ടില്ല. അവർക്ക് വേണ്ടിയിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ റീച്ചായിരുന്നു. റീച്ച് എന്നെ അറസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ എന്നെ ഇതാക്കണം എന്നൊക്കെ ഉള്ള അതാണ്. പക്ഷെ അത് സംഭവിച്ചില്ല.
അവരെ നിർഭാഗ്യം കാരണം അത് സംഭവിച്ചില്ല. അതുകൊണ്ട് അവർക്ക് ന്യൂസ് ആക്കേണ്ട കാര്യമില്ല. കാരണം കോടതിക്ക് മുമ്പിൽ സത്യം തെളിയുമല്ലോ. അതെ അതെ അതെ. കാര്യം മീഡിയാസിൻ്റെ വിചാരം മീഡിയാസാണ് കോടതിനേക്കാളും വലുതെന്നാണ്. ആ ഒരു ചിന്തയുള്ളവരാണ് മീഡിയാസ് മിക്കവരും. അത് തിരുത്തി. അതെ. അങ്ങനെ ഒരു സുഹൃത്ത് സ്വന്തം വീട്ടിലൊരാളോട് ചെയ്തപ്പോളേ, ഇപ്പം ഒരു ആണെന്ന നിലയിൽ ഏറ്റവും കൂടുതൽ തോറ്റു പോകുന്നൊരു നിമിഷം അതല്ലേ? അതെ, തീർച്ചയായിട്ടും. നമ്മൾ അത്രമേൽ സ്നേഹിച്ചൊരു വ്യക്തി, നമ്മൾ ലോകം കീഴടക്കിയാലും ചില സ്ഥലത്ത് നമ്മൾ തോറ്റു പോകുന്ന സാഹചര്യം നമ്മുടെ ലൈഫിൽ വരുമല്ലോ. ഞാൻ ഉദാഹരണം പറയുന്നതാണ്. അങ്ങനത്തെ എനിക്ക് അങ്ങനെ തോന്നിയ ഒരു നിമിഷം തന്നെയാണത്. തീർച്ചയായിട്ടും ഒരിക്കലും അങ്ങനെ ഒരു സുഹൃത്ത് ചെയ്യുമെന്ന് വിചാരിച്ചില്ല. ഒരിക്കലും ഇല്ല. ഇന്ന് ആ സുഹൃത്ത് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്തുവാ പറയാനുള്ളത്? ഇല്ല, സുഹൃത്ത് ഇന്ന് ആ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം അജിൻ പറഞ്ഞില്ലേ ഇത്രയിൽ നിർത്തി എന്ന്. അജിനായിരുന്നെങ്കിൽ ചിലപ്പം വേറെ എന്തെങ്കിലും ചെയ്താൽ അത് തന്നെ പറയാനുള്ളത്. ഇത്രയിൽ നിന്നത് സുഹൃത്തിൻ്റെ നല്ലതെന്ന് സുഹൃത്തെന്ന് പറയില്ല, ആ വ്യക്തിയുടെ നല്ലതെന്ന് വിചാരിച്ച വ്യക്തി അങ്ങനെ ഇരിക്കട്ടെ, അത്രേ പറയാനുള്ളൂ. അത് ചെറു പുഞ്ചിരിയിൽ ഒതുക്കി. അതെ. ഇത്രയും ചിരിച്ചു നിൽക്കുന്ന ഡാനിക്ക് ഒരുപാട് വിഷമങ്ങളുണ്ടല്ലേ? എല്ലാ മനുഷ്യരും പോലെ എനിക്കും വിഷമങ്ങളുണ്ട്. പക്ഷെ നമുക്കത് പുറത്ത് പറയേണ്ട ആവശ്യമില്ല. ഞാൻ എൻ്റെ വിഷമങ്ങൾ എൻ്റെ സുഹൃത്തുക്കളോടോ എൻ്റെ ബന്ധുക്കളോടോ എൻ്റെ അമ്മയോടോ അച്ഛനോടോ ഒന്നും ഞാൻ ഷെയർ ചെയ്യാറില്ല. എൻ്റെ സന്തോഷങ്ങൾ മാത്രമേ എല്ലാവരോടും ഷെയർ ചെയ്യാറുള്ളൂ. വിഷമങ്ങൾ ഒറ്റയ്ക്ക് ഉള്ളിൽ ഒതുക്കും. അതെ. അതിനെങ്ങനെ ഒരു പരിഹാരമായിട്ട് കാണുന്നത്? സന്തോഷമായിട്ട് അല്ല, ഞാൻ എന്നെ സ്നേഹിക്കുന്നവരോട് എൻ്റെ വിഷമം പറഞ്ഞിട്ട് അവരും കൂടെ വിഷമിപ്പിക്കുന്ന എന്തിനാണ്? അതിനോട് എനിക്ക് താല്പര്യമില്ല. ഞാൻ ആദ്യത്തെ ഇൻട്രോയിൽ സൂചിപ്പിച്ച പോലെ ഡാനി ഒരു ഗുണ്ടയാണോ? ഈ ഗുണ്ട എന്ന് അജിൻ വിശേഷിപ്പിക്കുന്നത് എന്താണ്? ഗുണ്ട എന്ന് ഉദ്ദേശിക്കുന്നത്? ഞാൻ ഗുണ്ടെന്ന് ഉദ്ദേശിപ്പിക്കുന്നത് കൂലിത്തല്ലിന് പോകുന്നവര്, അതെ, ആളുകളെ ഇല്ലാതാക്കുന്നവര്. ഇപ്പം എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യം അവരെ ഏൽപ്പിച്ചാൽ ചെയ്യുമെന്നൊരു വിശ്വാസം ഉള്ളത് കൊണ്ട് അതല്ലേ ഡാനി ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ കൂലിത്തല്ലിന് പോകുന്നു, ഈ കൂലിത്തല്ലിന് പോകാനുണ്ടാകുന്ന റീസൺസ് എന്തൊക്കെയാണ്? ഒന്നുകിൽ സാമ്പത്തികപരമായിട്ടില്ലാത്തവരെ കൂലിത്തല്ലിന് പോകുള്ളൂ, അല്ലേ? അതെ. ഞാനൊരു ഡിഗ്രി ഹോൾഡറാണ്, ബാച്ചിലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഡിഗ്രി ഹോൾഡറാണ്. അതിനോടൊപ്പം ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ഇൻ ഹോസ്പിറ്റൽ ട്രാവൽ ആൻഡ് കസ്റ്റമർ സർവീസ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ജബലലി എയർപോർട്ടിൽ ഞാൻ 2 വർഷം സൂപ്പർവൈസറായിട്ട് വർക്ക് ചെയ്ത ഒരു വ്യക്തിയാണ്. ഒരു സെക്ഷൻ ഞാനാണ് ഹാൻഡിൽ ചെയ്തുകൊണ്ടത്. അതിനുശേഷമാണ് DJ കരിയർ തുടങ്ങുന്നത്. DJ കരിയർ ചെയ്ത് എനിക്കിപ്പോഴും നിലവിൽ അത്യാവശ്യം വരുമാനം കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ രീതിയിൽ എനിക്കൊരു നല്ല വരുമാനമുള്ള ഞാൻ എന്തിന് പൈസയ്ക്ക് വേണ്ടി വേറെ ഒരാൾ അടിക്കാനോ പിടിക്കാനോ പോകണം? ഞാൻ ഇതുവരെ പക്ഷെ ജനങ്ങൾ പറയുന്നത് പൈസയ്ക്ക് വേണ്ടി കൂലിത്തല്ലിന് പോകുന്ന വ്യക്തിയാണ്. അതിനെന്താണ് തെളിവ്? അജിൻ്റെ എന്തെങ്കിലും തെളിവാണ്? അജിൻ്റെ അറിവിൽ ഞാൻ ആരെങ്കിലും അങ്ങനെ അടിക്കുകയോ പിടിക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇപ്പം നമ്മൾ ഒരാളെ പറ്റി തിരക്കുമ്പോൾ അവർ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതൊന്നാട്ടെ രണ്ടാട്ടെ ഓക്കെ, ഇതെല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നു. അത് ശരിയാണ്. അത് കാര്യം എന്ന് വെച്ചാൽ ഇപ്പം ഞാനായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് പേര് കാണും. ഞാൻ സ്നേഹിക്കുന്ന ഒരുപാട് പേര്, എന്നെ തിരിച്ച് സ്നേഹിക്കുന്ന ഒരുപാട് പേര് കാണും, അവരെയും സ്നേഹിക്കുന്ന ഒരുപാട് പേര് കാണും. അപ്പം നമ്മൾ എല്ലാവരുമായിട്ട് നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട്. നമുക്കും ഉന്നത സ്ഥാനത്തിലുള്ളവരൊക്കെ ആയിട്ട് നമുക്കും ബന്ധങ്ങളുണ്ട്, ഇല്ലയെന്നില്ല. അപ്പോൾ ചിലരെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ട് അതിന് രക്ഷപ്പെടാനായിട്ട് ചിലപ്പോൾ നമ്മുടെ പേര് പറയും. ചിലപ്പോൾ അവർ ചെയ്യുന്ന തെറ്റായിരിക്കും, പക്ഷേ അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് നമ്മുടെ പേര് പറയും. നമ്മുടെ പേര് പറയുമ്പോൾ ആൾക്കാർ തെറ്റിദ്ധരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞിട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ചെയ്യുന്നു, നമ്മളാണ് ഇതിൻ്റെ ബാക്കിൽ എന്നൊക്കെ ആയിരിക്കും ആൾക്കാർ ചിന്തിക്കുന്നത്. അങ്ങനെ ഓരോ ഇൻസിഡൻസ് വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് ആൾക്കാർ ചിന്തിക്കും നമ്മളാണ് ഇതിൻ്റെ ബാക്കിൽ നിന്ന് ചിന്തിച്ച് നമ്മൾക്ക് ആ ഒരു പരിവേഷം തന്നതെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ആൾക്കാർ ചിന്തിക്കാൻ മാത്രം ഡാനി വളർന്നോ? അത് ആൾക്കാരോട് തന്നെ ചോദിക്കണം. നിങ്ങളല്ലേ പറഞ്ഞ ആൾക്കാർ അങ്ങനെ പറഞ്ഞു എന്നുള്ളത്. എനിക്കറിയില്ല ഞാൻ വളർന്നോ ഇല്ലയോ എന്നുള്ള കാര്യം. ഞാൻ ആസ് എ DJ ആർട്ടിസ്റ്റ് ഞാൻ വളർന്നുകൊണ്ടിരിക്കുകയാണ്, ഇനിയും വളരണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. ഞാൻ കേട്ടൊരു കഥയുണ്ട്, ആളുകൾക്കിടയിലെ ഡാനി പേടി സ്വപ്നമാണെങ്കിൽ ഡാനി കുറേ പേരെ സഹായിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെ സഹായിച്ചൊരു സഹായം ഒരു കേസിൽ വരെ ആയിട്ടുണ്ടല്ലേ? അതെ. അതൊന്ന് പങ്കുവെക്കാമോ? അത് ഞാൻ കോവിഡ് സമയത്ത് ഞാൻ വോളണ്ടിയർ ആയിരുന്നു. ഞാൻ കോവിഡ് വോളണ്ടിയറിൻ്റെ ഇത് ഞാൻ കാണിച്ചു തരാം. ഞാൻ വോളണ്ടിയർ ആയിരുന്ന സമയത്ത് ഭക്ഷണം കിട്ടാത്തവർക്കായിട്ട് ഭക്ഷണം കൊടുക്കുന്ന ജോലി ഞാൻ സ്വയമേ ഏറ്റെടുത്ത് ചെയ്യുമായിരുന്നു. അപ്പോൾ ഒരു ഫാമിലിക്ക് ഭക്ഷണം കിട്ടാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്ന സമയത്ത് അവിടെ പോലീസ് ഒക്കെ ആയിട്ട് ബ്ലോക്ക് ചെയ്ത് വെച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നു. അപ്പം ഞാൻ ഭക്ഷണമായിട്ട് ഞാൻ എൻ്റെ കാറിൽ പോവുകയാണ്. പോലീസ് കൈയാണിച്ച് നിർത്തിയിട്ട് പറഞ്ഞ് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഭക്ഷണത്തിനാണ് പോകുന്നത്, ഭക്ഷണമുണ്ട്, വോളണ്ടിയറിലെല്ലാം ഉണ്ടെന്ന് പറഞ്ഞിട്ടും പേഴ്സണൽ എന്തോ ഈഗോയുടെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കമായപ്പോഴത്തേക്കും ഞാൻ പോലീസിനെ ഉപദ്രവിച്ചു എന്നും പറഞ്ഞ് എനിക്കെതിരെ കള്ളക്കേസ് എടുത്തു പോലീസ്. ഞാനൊരു നല്ല പ്രവൃത്തി ചെയ്യാൻ വേണ്ടി പോയതാണ്. അതിനെതിരായിട്ട് ഞാൻ പോലീസിനെതിരായിട്ട് ഞാൻ ആ വ്യക്തിക്കെതിരായിട്ട് ഞാൻ ഒരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ചില പോലീസുകാർക്ക് നമ്മളുടെ അടുത്തൊരു ഈഗോ പോലെയും ഒരു ദേഷ്യം പോലെയൊക്കെ ഉണ്ട്.
ഭൂരിപക്ഷമല്ല, ഭൂരിപക്ഷം വളരെ നല്ല പോലീസുകാരാണ്. അവരുള്ളതുകൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റുന്നത്, ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്കില്ല. അങ്ങനെ കുറച്ച് വ്യക്തികൾ കാരണമാണ് എനിക്ക് കള്ളക്കേസായി. അതൊരു കള്ളക്കേസായിരുന്നു. അതിനെ തുടർന്ന് 1-2 കേസ് കള്ളക്കേസുകളാക്കിയതാണ്. പക്ഷേ ഇതുവരെയും കോടതി എന്നെ കുറ്റക്കാരനായിട്ട് ശിക്ഷിച്ചിട്ടില്ല ഒരു കേസ് പോലും. നിലവിൽ കേസുകളുണ്ടോ ഡാനിക്ക്? ഉണ്ട്. അതെനിക്ക് പറയാൻ ഒരു മടിയുമില്ല. അല്ല, മടിയില്ല എന്നല്ല, കേസെന്ന് പറയുമ്പോഴത്തേക്ക് കോടതി പറയണമല്ലോ ഞാൻ കുറ്റക്കാരനാണോ അല്ലയോ എന്നുള്ളത്. കേസ് ആർക്കും കൊടുക്കാമല്ലോ. ഇപ്പം ഞാനിപ്പോൾ ഈ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് പോണ വഴിക്ക് ഒരു പരാതി പോലീസ് സ്റ്റേഷനിൽ കൊടുത്തൂടെ, അജിൻ എന്നെ മാനസികപരമായിട്ട് ബുദ്ധിമുട്ടിച്ചു എന്ന് പറഞ്ഞാൽ കേസ് കൊടുക്കാമല്ലോ, പരാതി കൊടുക്കാമല്ലോ അല്ലേ? അതേ കണക്ക് കോടതിയല്ലേ അൾട്ടിമേറ്റ്ലി തീരുമാനിക്കേണ്ടത്. എന്താണ് ബഹുമാനപ്പെട്ട കോടതിയാണല്ലോ തീരുമാനിക്കേണ്ടത്. അപ്പോൾ ഡാനി പറഞ്ഞു വരുന്നത് ജനിക്കുമ്പോൾ ആരും ഗുണ്ടകളായിട്ട് മാറുന്നില്ല, സാഹചര്യം കൊണ്ട് മാറുന്നവരാണ്. അത് ഗുണ്ടകളുടെ അടുത്ത് തന്നെ ചോദിക്കണം. ഡാനി ഗുണ്ടയല്ലെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുക. അല്ല, ഞാൻ തെളിയിക്കേണ്ട കാര്യമില്ലല്ലോ. ഞാൻ ഗുണ്ടയാണെന്ന് തെളിയിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ എങ്ങനെ ഗുണ്ടയാകും? പിന്നെ എന്തുകൊണ്ട് ആളുകളെ ഉപദ്രവിക്കുന്നു? ഞാൻ ഏതാളെയാണ് ഉപദ്രവിച്ചത്? ഞാനൊരാൾക്കാരെ ഉപദ്രവിച്ചിട്ടില്ല ഇതുവരെ. അത് വിശ്വസിച്ച് പറയാൻ പറ്റുമോ? പറയാൻ പറ്റും. എന്നെ ഉപദ്രവിച്ച ഏതെങ്കിലും വ്യക്തികളുണ്ടെങ്കിൽ അതേ നാണയത്തിൽ തിരിച്ച് മറുപടി കൊടുക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുള്ളതല്ലാതെ ഒരു വ്യക്തികളെയും എനിക്ക് ഉപദ്രവിക്കണമെന്ന് താല്പര്യമില്ല. ഒരു ലഹരി ഉപയോഗിക്കുന്ന വേട്ടക്കാരനാണ് ഡാനിയെപ്പറ്റി കേട്ടിട്ടുണ്ട്. അതിലെന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ? ഞാൻ എൻ്റെ ലൈഫിൽ ഇതുവരെ ഒരു സിഗരറ്റ് പോലും വലിച്ചിട്ടില്ല, ഒരു ബിയർ കുടിച്ചിട്ടില്ല. അതിൻ്റെ കാരണക്കാരൻ ഞാനല്ല, എൻ്റെ ഫാദറിനെ കണ്ടാണ് ഞാൻ വളർന്നത്. എൻ്റെ ഫാദർ അതൊന്നും യൂസ് ചെയ്യാറില്ല. ഫാദറിൻ്റെ നല്ല ക്വാളിറ്റീസ് എല്ലാം ഞാൻ അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചൊരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ അച്ഛൻ ഇതൊന്നും യൂസ് ചെയ്യാത്തൊരു വ്യക്തിയാണ്. പിന്നെ ഞാൻ DJ ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് ചിലർക്ക് ചില തെറ്റിദ്ധാരണകൾ വരുമായിരിക്കും. ഇങ്ങനെ DJ ആർട്ടിസ്റ്റുകൾക്ക് എല്ലാവർക്കും ഇങ്ങനെ ഒരു ഇതുണ്ടെന്നൊക്കെ ഒരു പരക്കെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ വന്നതാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എന്നെ വേണ്ടപ്പെട്ടവർക്ക്, എന്നെ അറിയുന്ന എല്ലാവർക്കും അറിയാം ഞാനിതൊന്നും യൂസ് ചെയ്യില്ല. സിഗരറ്റ് പോലും ലൈഫിൽ ഇതുവരെ വലിച്ചിട്ടില്ല. ഞാൻ ഈ ജീവിതത്തിൽ അത് യൂസ് ചെയ്യത്തുമില്ല ഒരു ലഹരിയും. അത് ഈ തലമുറയ്ക്ക് വലിയൊരു പാഠമാണ് കേട്ടോ. അത് എൻ്റെ അനിയന്മാരും അതൊന്നും യൂസ് ചെയ്യാറില്ല, എൻ്റെ കസിൻസും ഒന്നും യൂസ് ചെയ്യാറില്ല, ഫാമിലിയിൽ അങ്ങനെ ആരും യൂസ് ചെയ്യാറൊന്നുമില്ല ഇതൊന്നും. അത്രമേൽ വലിയൊരു പ്രശ്നം ഇവിടെ നടക്കുന്ന സമയത്ത് കാലെ പിടിപ്പിച്ച ഡാനി എന്ന വ്യക്തി ദുബായി പോയി ബർത്ത്ഡേ അടിപൊളിയായിട്ട് ആഘോഷിക്കാൻ എന്തെങ്കിലും കാര്യമുണ്ടോ? പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞ് എൻ്റെ ബർത്ത്ഡേ ഞാൻ ആഘോഷിക്കാതിരിക്കണോ? ഞാൻ ആഘോഷിക്കും എവിടെയാണെങ്കിലും. അതേ ഈ മനോരമക്കാരും മീഡിയക്കാരും എല്ലാം എൻ്റെ ബാക്കിലിരുന്നതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അവരെൻ്റെ ബർത്ത്ഡേയുടെ ഒരു വീഡിയോ എടുത്തിട്ടാണ് ഞാൻ ദുബായിൽ വെച്ച് ആഘോഷിച്ചത്. ഞാനത് തിരിച്ച് ഇൻസ്റ്റാഗ്രാമിൽ അവരെ തന്നെ മെൻഷൻ ഇട്ടിട്ട് ഞാൻ ഹാപ്പി താങ്ക് യു എന്ന് പറഞ്ഞ് ഞാൻ തിരിച്ച് അവർക്ക്, കാരണം ഇതിനേക്കാൾ ഒരു പബ്ലിസിറ്റി വേറെ ബർത്ത്ഡേക്ക് ഒരു മനുഷ്യന് കിട്ടത്തില്ല. അതെ, മനോരമക്കാർ പോലും അറിയാത്തവർക്ക് പോലും എൻ്റെ ബർത്ത്ഡേ അറിയാൻ പറ്റും. അത് ചെറിയൊരു കാര്യമല്ല. അല്ല, അത് അവർക്ക് വളരെ നന്ദി, മനോരമക്കാർക്ക് വളരെ നന്ദി. അത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു മനോരമക്കാർക്ക്. ഇത്രയും പ്രതികരണങ്ങൾ കേട്ടിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന എങ്ങനെ നിസ്സാരമായിട്ട് ഡാനിക്ക്? ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണല്ലോ ഡൗൺ ആകാതെ ഞാൻ ഇങ്ങനെ പോകുന്നത്. ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ വീക്കായി കഴിഞ്ഞാൽ നമ്മൾ തകരണം എന്ന് ആഗ്രഹിച്ച് നിൽക്കുന്നവരാണല്ലോ ചുറ്റിലുള്ളത്. അങ്ങനെ തകർന്ന് നമ്മൾക്ക് പോകാനൊന്നും നമുക്ക് തയ്യാറല്ല, നമ്മൾ തകർത്തുമില്ല എന്ത് വന്നാലും. അതെവിടെയും പറയും. അതെ, നിലപാടിൽ ഉറച്ചു നിൽക്കും. അതെ. കാലെ പിടിപ്പിച്ച കാര്യം പറഞ്ഞപ്പോൾ തന്നെ എല്ലാവരും മനുഷ്യരല്ലേ ഡാനി? ഞാൻ കർമ്മയിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്, ദൈവത്തിലല്ല, കർമ്മയിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. വിശ്വസിക്കുന്നുണ്ട്. കർമ്മയിൽ വളരെ നന്നായിട്ട് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പോഴേ ഞാനൊരു നിരപരാധിയായിട്ടുള്ള അല്ലെങ്കിൽ ഒരു കുറ്റം ചെയ്യാത്തുള്ള, എനിക്കൊരു ദ്രോഹം ചെയ്യാത്ത ഒരു വ്യക്തിനെ എന്തെങ്കിലും തരത്തിൽ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ അതെന്തെങ്കിലും ജീവിതത്തിൽ എനിക്കത് തിരിച്ചു കിട്ടുമെന്നുള്ളത് എനിക്ക് വളരെ 100% വിശ്വസിച്ചുകൊണ്ട് പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് ഇപ്പോൾ അജിനെ ഒരാൾ അടിച്ചു, അജിൻ പ്രതികരിക്കത്തില്ലേ? പ്രതികരിക്കും. പ്രതികരിക്കും. അജിൻ പ്രതികരിക്കുന്ന കണക്ക്, അജിൻ പ്രതികരിക്കുന്നത് പോലെ ആയിരിക്കില്ല ഞാൻ പ്രതികരിക്കുന്നത്. ഇങ്ങോട്ടൊരു ഉപദ്രവം വന്നാൽ തിരിച്ചും അതേ കണക്ക് എൻ്റെ രീതിയിൽ ഞാൻ പ്രതികരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഒരു വ്യക്തിയെ എനിക്ക് ഉപദ്രവിക്കാൻ താല്പര്യമില്ല, ഞാൻ ഉപദ്രവിക്കത്തുമില്ല മരിക്കുന്നവരെയും. അതെൻ്റെ ജീവിത പാഠത്തിൽ ഞാൻ എഴുതി കുറിച്ചു. അതെ, അത് ഇതുവരെ അങ്ങനെ തന്നെയാണ്, എൻ്റെ ലൈഫിൽ അങ്ങനെ തന്നെയാണ്. ഇങ്ങനൊരു പ്രശ്നക്കാരനായിട്ട് പോയ ഡാനി ഒരു ബന്ധവും ഇല്ലാത്ത ഒരു DJ കാരനായിട്ട് എങ്ങനെ മാറി? അല്ല, DJ ഞാൻ ഒരു കുറച്ച് വർഷങ്ങളായിട്ട് ഞാൻ ചെയ്യുന്നതാണ്. എനിക്ക് മ്യൂസിക്കിനോട് പണ്ടേ താല്പര്യമുള്ളതാണ്. ഇപ്പം എൻ്റെ ഒരു കൂട്ടുകാരൻ DJ ചെയ്യുമായിരുന്നു. അവൻ്റെ കൂടെ നിന്ന് ഞാൻ ചെറുതായിട്ട് DJ ഒക്കെ പഠിച്ചു, കാര്യങ്ങളൊക്കെ പഠിച്ചു. പിന്നെ സ്വന്തമായിട്ട് ഞാൻ കൺസോൾ മേടിച്ച് വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം പിന്നെ ഷോസ് ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ ഷോസ് കണ്ട് ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണല്ലോ വീണ്ടും വിളിക്കുന്നത്. അതെ അല്ലേ, ഇല്ലാത്തവർക്ക്. അപ്പം ഞാൻ അതുകൊണ്ടാണ് എനിക്ക് ദുബായിൽ ഷോസ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുള്ളത്. അവിടെ എന്നെ വിളിക്കാറുണ്ട്, നാട്ടിൽ വരുമ്പോഴെന്നെ കുറേ സ്ഥലത്തൊക്കെ എന്നെ ഇൻവൈറ്റ് ചെയ്യാറുണ്ട്, ഞാൻ പ്ലേ ചെയ്യാറുണ്ട്. ഈ അങ്ങനെ ഒരു പ്രശ്നം നടന്നതിന് ശേഷമേ ഈ കാണുന്ന ഓഡിയൻസ് ആണെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടോ? നീ ഗുണ്ടായിട്ട് നടക്കുന്നവരെ നിനക്ക് ഷോ വേണ്ട, അങ്ങനെ ഷോ നഷ്ടപ്പെട്ടിട്ടുണ്ടോ? അല്ല, അങ്ങനെ ഞാൻ നഷ്ടപ്പെടുമെന്ന് കരുതിയിരുന്നൊരു സമയം ഉണ്ടായിരുന്നു, സത്യം പറഞ്ഞാൽ ഉണ്ടായിരുന്നു. പക്ഷേ കുറേ പേർക്കെങ്കിലും എൻ്റെ മ്യൂസിക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, വിളിക്കുന്നുണ്ട് എന്നെ. അതിനുശേഷം എനിക്ക് ഇപ്പോഴും നല്ല രീതിയിൽ, നേരത്തേക്കാളും നല്ല രീതിയിൽ പക്ഷേ ഷോസ് കിട്ടുന്നുണ്ട്. അതെ.
അപ്പോൾ ഇനി ഷോസ് കിട്ടട്ടെ. ഓക്കെ, താങ്ക് യു. ഇനി ഒരുപാട് ഷോസൊക്കെ കിട്ടട്ടെ. ഡാനി ജീവിതത്തിൽ പഠിച്ച കുറേ പാഠങ്ങളുണ്ട്. എന്നാലും മനസ്സിൽ തട്ടുന്ന അല്ലെങ്കിൽ കാണുന്ന പ്രേക്ഷകരോട് പഠിച്ച പാഠത്തിൽ നിന്ന് പറയാനുള്ളത് എന്താണ്? എനിക്ക് പറയാനുള്ളത്, നമ്മൾ ജനിച്ചിട്ട് മരിക്കുന്നത് വരെയും നമ്മൾ നമ്മുടെ കാര്യം നോക്കി അയ്യോ നമ്മളതിൽ ഇടപെട്ടാൽ നമുക്കിനി പ്രശ്നമാവും, അല്ലെങ്കിൽ നമുക്ക് അതിൽ ഇടപെട്ടാൽ നമുക്കിനി പ്രശ്നമാണെന്ന് വിചാരിച്ച് മരിച്ചു പോകുന്നതിനേക്കാളും നല്ലത് ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾക്ക് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാൻ പറ്റിയാൽ അത് തന്നെയാണ് ഏറ്റവും വലിയ അസറ്റ്. അത് തന്നെയാണ് എല്ലാവരും ഓർത്തിരിക്കുന്നത്. എനിക്കത് മാത്രമേ പറയാനുള്ളൂ. തീർച്ചയായിട്ടും അങ്ങനെ കുറേ ആളുകളെ സഹായിക്കുന്നുണ്ടല്ലേ? അതെ, കുറേ ആളുകളെ സഹായിക്കുന്നുണ്ട്. കുറേ ചാരിറ്റി പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്. അതൊന്നും ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇടാറോ ഞാൻ എൻ്റെ ബാക്കിയുള്ളവരെ അറിയിക്കാറോ ഒന്നുമില്ല. പക്ഷേ സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടത് ഡാനിയെ ക്രിമിനലാക്കണം. അതെ, അല്ല ഡാനിക്കല്ല ആഗ്രഹം. അല്ല, സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടതും പല ആൾക്കാർക്കും വേണ്ടത് അത് തന്നെയാണ്. ഞാൻ ആ രീതിയിലോട്ട് പോകണം എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അങ്ങനെ പോയ ഒരുപാട് ആളുകളുണ്ട് ഈ സമൂഹത്തിൽ. ഞാൻ അതിൽ നിന്ന് മാറി, മീൻസ് അങ്ങനെ അല്ലായിരുന്നു, അങ്ങനത്തെ ഒരു പേരിൽ നിന്ന് ഞാൻ മാറ്റി ഞാൻ ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് വന്നതുകൊണ്ടാണ് കൂടുതൽ ആൾക്കാർക്ക് വീണ്ടും പ്രശ്നം. അല്ലെങ്കിൽ അയ്യോ അവന് ക്രിമിനൽ, അവനൊരു പ്രശ്നക്കാരനാണ് എന്ന് പറഞ്ഞ് അങ്ങനെ ലേബലിൽ അങ്ങനെ പോകണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. പക്ഷേ ഞാൻ അതിൽ നിന്ന് മാറി ഞാൻ എൻ്റെ കരിയർ ചൂസ് ചെയ്തു. ഞാൻ ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് ഞാൻ ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുന്നതാണ് എല്ലാവർക്കും പ്രശ്നം. ആ പ്രശ്നം എന്നെ ബാധിക്കുന്ന വിഷയമല്ല. ഞാൻ എൻ്റെ രീതിയിൽ ഞാൻ മുന്നേറിക്കൊണ്ട് തന്നെ ഇരിക്കും. ജീവിതത്തിൽ ശത്രുക്കളുണ്ടോ? ശത്രുക്കളുണ്ട്. നിലപാടുള്ളവർക്കേ ശത്രുക്കളുള്ളൂ, നിലപാടില്ലാത്തവർക്ക് ശത്രുക്കളില്ലല്ലോ. അപ്പം നിലപാടുള്ള ഒരു വ്യക്തിയാണ് ഡാനി. എനിക്ക് എന്നെക്കുറിച്ച് അങ്ങനെയാണ് പറയാനുള്ളത്. നിലപാടുകൾ മാറ്റി പറയേണ്ട സാഹചര്യം വന്നിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ ഇല്ല, വന്നിട്ടില്ല. മാറ്റി പറയത്തുമില്ല. എടുത്ത നിലപാടിൽ ഒരു വിശ്വാസമുണ്ട്. എടുത്ത നിലപാടിൽ ചിലപ്പോൾ ഞാൻ എടുത്ത തീരുമാനങ്ങൾ തെറ്റാണെങ്കിൽ എന്നെ ഗുരുസ്ഥാനത്ത് നിൽക്കുന്നവർ പറയുമ്പോൾ എൻ്റെ തീരുമാനങ്ങൾ ഞാൻ മാറ്റാറുണ്ട്, തിരുത്താം. പക്ഷേ നമ്മൾ ഒരു നിലപാടിൽ നിൽക്കുകയാണെങ്കിൽ ആ നിലപാടിൽ നിന്ന് ആ സ്റ്റാൻഡിൽ നിന്ന് ഒരിക്കലും മാറാൻ പറ്റില്ല. അറ്റ് എനി കോസ്റ്റ് അതിന് എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിടാൻ വന്നാലും മാറത്തില്ല. അതുകൊണ്ടാണല്ലോ ഇത്രയും ശത്രുക്കളും ഇത്രയും പ്രശ്നങ്ങളും ഇതെല്ലാം. ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ചിരിച്ചു നിൽക്കാൻ എങ്ങനെ സാധിക്കുന്നു? പ്രശ്നങ്ങളെല്ലാം ഒരു സൈഡിൽ കൂടെ വരും. അതൊന്നും അതൊക്കെ ഒരു സൈഡിൽ കൂടെ പോകും, നമ്മളൊരു സൈഡിൽ കൂടെ വളരും. ജീവിതമാണ് പ്രശ്നം വരണമല്ലേ? അതെ, പിന്നെ അതൊക്കെ ഒരു സൈഡിൽ കൂടെ വരും. നമ്മളിപ്പോഴും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നില്ലേ? ഞാൻ കേട്ടിട്ടുണ്ട് ഡാനിക്ക് ഇത്രയും പ്രചോദനവും ഡാനിയാക്കിയത് അച്ഛനാന്ന് കേട്ടിട്ടുണ്ടല്ലേ? അല്ല, ഒരിക്കലും അല്ല. ഞാൻ എന്നെ ഏത് രീതിയിലാക്കിയെന്നാണ് ഉദ്ദേശിച്ചത്? അതായത് ഡാനിക്ക് എന്ത് സപ്പോർട്ടിനും ഡാനിയുടെ ഏത് വളർച്ചയ്ക്കും എല്ലാ അച്ഛന്മാരും നിൽക്കുന്ന പോലെ തന്നെ എൻ്റെ ആസ് എ DJ ആർട്ടിസ്റ്റായിട്ടും അല്ലെങ്കിൽ എൻ്റെ പഠിത്തത്തിലും എൻ്റെ ജോലിയിലും എൻ്റെ കരിയറിലും എൻ്റെ നല്ല നല്ല കാര്യങ്ങൾക്ക് എല്ലാത്തിലും എൻ്റെ അച്ഛനും എൻ്റെ അമ്മയ്ക്കും ഒരേപോലത്തെ സ്ഥാനമുണ്ട്. അതെ, തിരുത്തേണ്ടടുത്ത് അച്ഛൻ തിരുത്തിയിട്ടുണ്ട്. അച്ഛൻ തിരുത്തേണ്ടടുത്ത് തിരുത്തിയത് കൊണ്ടാണ് ഞാൻ എനിക്കിപ്പോഴും ഒരു പ്രശ്നമില്ലാതെ ഇരിക്കാൻ വേണ്ടി പറ്റുന്നത്. ഉണ്ടോ മാത്രമാണ്. ഇതല്ലാത്ത ഡാനി ആയിരുന്നെങ്കിൽ എന്തായനെ? ഏതല്ലാത്ത ഡാനി ആയിരുന്നെങ്കിൽ, അതായത് ഇപ്പോൾ അച്ഛൻ്റെ അമ്മയുടെയും വാക്കുകൾ കേട്ട് തിരുത്തേണ്ടടുത്ത് തിരുത്തുന്നതുകൊണ്ട് ഡാനി ഇന്നും സന്തോഷമായിട്ട് പോകുന്നു. അതല്ലാതെ നമുക്ക് ചെറുപ്രായത്തിൽ ഓരോ പൊട്ട ബുദ്ധികൾ കാണുമല്ലോ. അയ്യോ, എങ്കിൽ പിന്നെ ഞാൻ ചിലപ്പോൾ നേരത്തെ മരിച്ചേനെ. അങ്ങനത്തെ പാരൻസ് ആയിരുന്നെങ്കിൽ. അല്ലേ, എൻ്റെ പാരൻസ് എപ്പോഴും നല്ല രീതിയിൽ എന്നെ വളർത്തി നല്ല രീതിയിൽ കൊണ്ടുപോയതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുന്നത്. ഏതൊരു മനുഷ്യൻ്റെ ജീവിതത്തിലും പേരൻസിന് വലിയൊരു ഘടകമുണ്ടല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. അതെ, അത് ഡാനിയുടെ ജീവിതത്തിലും കിട്ടി. അതെ, അതുകൊണ്ടാണ് ഞാൻ ഏറ്റവും ഭാഗ്യം ചെയ്തത്. ഇനി ഡാനിയുടെ മുന്നോട്ടുള്ള യാത്രകൾ എന്തൊക്കെയാണ്? മുന്നോട്ട് ഞാൻ ദുബായിൽ ഒരു വേറൊരു ബിസിനസ്സും കൂടെ പ്ലാൻ ചെയ്യുന്നുണ്ട്, ഞാനും ഫാദറും കൂടെ. അപ്പോൾ അതിൻ്റെ കാര്യമായിട്ട് ഞാൻ ചിലപ്പോൾ അടുത്ത മാസം പോകും. അപ്പോൾ അതൊന്ന് സ്റ്റാർട്ട് ചെയ്യണം. അതോടൊപ്പം തന്നെ DJ കരിയർ അത് മെയിനാണ്. അതും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം. പിന്നെ 1-2 പ്ലാൻസൊക്കെ ഉണ്ട് നല്ല രീതിയിൽ. അതെല്ലാം അടിപൊളിയാവട്ടെ. ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ പോലും ചിലപ്പം കമൻറ്റ് പറയുമായിരിക്കും, ഇവൻ ഈ പറയുന്ന പോലല്ല, ഇവനെന്നെ ഉപദ്രവിച്ചിട്ടുണ്ട്, അല്ല ഇവൻ്റെ പേരിൽ പല ആളുകൾ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ മിസ്അണ്ടർസ്റ്റാൻഡിൽ പോകുന്ന, ഇപ്പം പറഞ്ഞല്ലോ ഡാനി തന്നെ, അങ്ങനെ പോകുന്ന ആൾക്കാരോട് എന്തുവാ ഡാനിക്ക് പറയാനുള്ളത്? ഇപ്പം നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുന്ന അനേകം ആൾക്കാർ ഇപ്പോൾ കാണും. അതൊന്നും എന്നെ സംബന്ധിച്ചൊരു വിഷയമുള്ള കാര്യമേ അല്ല. എന്ന് എൻ്റെ നേർക്ക് നിന്ന് എൻ്റെ അടുത്ത് ഒരു ചോദ്യം ചോദിക്കാനുള്ള നട്ടൽ വരുന്നോ അന്നേ ഞാൻ തിരിച്ച് പറയത്തുള്ളൂ. അല്ലാത്ത പക്ഷേ ഞാനിതൊന്നും മൈൻഡ് ചെയ്യാറില്ല. ഞാൻ ആ വീഡിയോയിൽ പല കമൻസും വന്നാലും അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യാറില്ല. ചീത്ത വശങ്ങളൊന്നും എൻ്റെ ബാക്കിൽ സംസാരിക്കുന്നതിനെ പറ്റി അവരെന്നും എൻ്റെ പുറകെ തന്നെ ആയിരിക്കുമല്ലോ. എന്നെ കമൻസ് ആർക്കും എഴുതാം. പിന്നെ ഒരു 200-300 രൂപയ്ക്ക് നെറ്റ് റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ലോകത്തുള്ള എല്ലാവർക്കും നെറ്റ് കിട്ടും. അതെ, അവർക്ക് എന്ത് വേണമെങ്കിലും ഇടാം. അതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമേ അല്ല. അതിലൊന്നും ഞാൻ തളരത്തില്ല. ഇല്ല. കമന്റുകൾ ഇനിയും വരണം. പിന്നെ വരട്ടെ. പക്ഷെ നേർക്ക് നേരെ സംസാരിച്ചാൽ ഞാൻ മറുപടി കൊടുക്കും. പിന്നെ തീർച്ചയായിട്ടും മറുപടി. ഇപ്പോൾ അജിൻ എൻ്റെ നേർക്ക് നേരെ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് എന്നും പറയാനുള്ള ഒരു കോൺഫിഡൻസ് ഇല്ലേ? അപ്പോൾ അങ്ങനത്തെ ഒരു കോൺഫിഡൻസ് ആർക്കെങ്കിലും വരട്ടെ, അപ്പോൾ ഞാൻ അതിന് മറുപടി കൊടുക്കാം. അപ്പോൾ DJ ഡാനി എന്നറിയപ്പെടാൻ ആഗ്രഹമുണ്ടോ? അതെ, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് അറിയപ്പെടാൻ ആഗ്രഹം. അതെ.
കാലെ പിടിച്ച് മാപ്പ് പറയുന്ന ആ ഒരു വീഡിയോ ഇറങ്ങിയ സമയത്ത് ഒരുപാട് യൂട്യൂബേഴ്സ് പ്രതികരിച്ചില്ല അതിനെതിരെ. അപ്പം ഡാനി ആണെങ്കിൽ പോലും ആ പ്രതികരണ വീഡിയോ കണ്ടപ്പം ഇവരെന്ത് കണ്ടിട്ടാണ് ഇത് പ്രതികരിച്ചത്, അല്ലെങ്കിൽ ഒരു വാക്കെങ്കിലും എന്നോട് ചോദിക്കാമായിരുന്നു ഇതിൻ്റെ സത്യാവസ്ഥ അറിയാൻ എന്ന് ചിന്തിച്ചിരുന്നോ? അല്ല, ഒരുപാട് യൂട്യൂബേഴ്സ് ഒന്നും പ്രതികരിച്ചിട്ടില്ല. ഈ ചാനലുകാരാണ് ഉണ്ടായിരുന്നത്. അതിൽ യൂട്യൂബേഴ്സ് എന്ന് പറയാനായിട്ട് മറ്റേ ഒരുത്തനുണ്ടല്ലോ, അരിയണ്ണൻ അങ്ങനെ എന്തോ ഒരുത്തൻ വിളിക്കൂലേ, സീക്രട്ട് ഏജന്റ്. ആ സീക്രട്ട് ഏജന്റ്, അവൻ ഇട്ടിരുന്ന ഒരു വീഡിയോ, അല്ലാതെ വേറെ ആരും ഇട്ടിട്ടില്ലായിരുന്നു അതിനെപ്പറ്റി. അല്ല, ഈ വീഡിയോ ഇടാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ടല്ലോ. എല്ലാവർക്കും ഉണ്ട്. അങ്ങനെയാണല്ലോ സീക്രട്ട് ഏജന്റ് വിട്ടത്. അതെ. അപ്പൊ അതിൽ തന്നെ ഇത്രയും ഒരു രോഷാകുലനാകാൻ കാരണം? അല്ല, രോക്ഷാകുലനല്ല, എന്ന് വെച്ചാൽ സത്യാവസ്ഥ അറിയാൻ വേണ്ടി സത്യാവസ്ഥ സീക്രട്ട് ഏജന്റ് രണ്ടാമത് അറിഞ്ഞു എന്നുള്ളത് ഞാൻ അറിഞ്ഞു. എന്നിട്ട് പോലും സീക്രട്ട് ഏജന്റ് രണ്ടാമതൊരു വീഡിയോ ഇടാനുള്ള ഒരു പ്രചോദനം വന്നിട്ടില്ല. അപ്പോൾ അപ്പോഴും ഞാൻ വിചാരിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഇത് വെച്ചെങ്കിൽ വിറ്റ് കുറച്ച് അരി വാങ്ങിക്കുന്നെങ്കിൽ വാങ്ങിക്കട്ടെ, കുറച്ച് അരി വീട്ടിൽ കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്ന് വിചാരിച്ചു. ഡാനി പറഞ്ഞു വരുന്നത് സീക്രട്ട് ഏജന്റ് ആദ്യം വീഡിയോ ഇട്ടു, എല്ലാവരും ന്യൂസ് ചാനൽ ഇടുന്ന പോലെ സീക്രട്ട് ഏജന്റ് വിട്ടു. പക്ഷേ സത്യാവസ്ഥ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ ഇതിങ്ങനെ പോകുമായിരുന്നു. അതിൻ്റെ സത്യാവസ്ഥ അറിഞ്ഞു എന്നുള്ളത് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. എൻ്റെ ഒരു വളരെ അടുത്ത സുഹൃത്ത് ഇവൻ്റെ സുഹൃത്താണ്, സീക്രട്ട് ഏജൻ്റെ സുഹൃത്താണ്. അപ്പം എന്നോട് ഇത് പറഞ്ഞു, സീക്രട്ട് ഏജൻ്റ് അടുത്ത് പറഞ്ഞു എന്നുള്ളത് പറഞ്ഞു. എൻ്റെ അടുത്ത് വിളിക്കാനായിട്ട് പറഞ്ഞു സീക്രട്ട് ഏജൻറ്റ്. അതിൻ്റെ ആവശ്യം എനിക്കില്ല, ഞാൻ വിളിക്കത്തുമില്ല, അവനാരാണ് പറഞ്ഞു. എന്നിട്ട് പോലും അവൻ ഇതുവരെയും വീഡിയോ ഇട്ടിട്ടില്ല. അപ്പം എനിക്ക് ഇങ്ങനെയുള്ളവരടുത്തൊക്കെ പുച്ഛം മാത്രമേ ഉള്ളൂ. ഡാനിക്ക് വേണ്ടത്, ഡാനിയെപ്പറ്റി ഒരു മോശമായിട്ടൊരു വീഡിയോ ഇടുമ്പം അതിൻ്റെ സത്യാവസ്ഥ അറിഞ്ഞെന്ന നിലയിൽ ആ വീഡിയോ തിരുത്താമായിരുന്നു എന്നാണോ പറയുന്നത്? അജിനായിരുന്നെങ്കിൽ തിരുത്തുമായിരുന്നോ? തീർച്ചയായിട്ടും തിരുത്തും. എന്തുകൊണ്ടാണ് തിരുത്താൻ കാരണം? അതിലേറ്റവും ഉദാഹരണമാണ് ഡോക്ടർ റോബിനും ഞാനും വളരെയധികം വലിയൊരു പ്രശ്നത്തിലായിരുന്നു. ഒരുപാട് ആൾക്കാർ എന്നോട് പറഞ്ഞു, നിനക്ക് നാണമില്ല അവൻ്റെ മുന്നിൽ പിന്നെയും പോയി ഇരിക്കാൻ. ഞാൻ അവിടെ കണ്ടൊരു കാര്യം, എടാ മനുഷ്യനാ, നമുക്കൊരിക്കലും എല്ലാവരോടും എപ്പോഴും ശത്രുത പുലർത്താൻ പറ്റില്ല. രണ്ട് ഡോക്ടർ റോബിൻ ഈ പറയുന്ന എനിക്ക് ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. കാലക്രമേണ തെളിയിച്ചു ഞാൻ പറഞ്ഞത് തെറ്റായിപ്പോയി. അങ്ങനെയാണ് ഞാൻ വീണ്ടും ഒരു ഇന്റർവ്യൂ വിളിച്ചിരുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് പോലും അങ്ങനെ ഇരുത്തേണ്ട ആവശ്യമില്ല. അത് അജിന് നല്ല ഒരു വിവരമുള്ള ഒരു വ്യക്തി ആയതുകൊണ്ടാണ് അജിന് തെറ്റുപറ്റിയെന്ന് മനസ്സിലായി അജി രണ്ടാമത് വിളിച്ചു വരുത്തിയത് അല്ലേ? ആ വിവരം കൊണ്ടല്ലേ അത് ചെയ്തത്. അപ്പോൾ വിവരം ഇല്ലാത്തവരെ പറ്റി നമുക്ക് എന്ത് പറയാൻ പറ്റും? അത് മനസ്സിലാക്കിയിട്ട് ചെയ്യാത്തവരെ പറ്റി എന്ത് പറയാൻ പറ്റും? അവർ വിവരം ഇല്ലാത്തവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ കുറച്ച് അരി വാങ്ങിക്കുന്നെങ്കിൽ വാങ്ങിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ എപ്പോഴെങ്കിലും ഡാനിക്ക് ഒന്ന് വിളിക്കാമായിരുന്നല്ലോ. അയ്യേ, എൻ്റെ പട്ടിക്ക് വിളിക്കേണ്ട കാര്യമില്ലല്ലോ അവനെ. എന്തിനാ? അവനാരാണ് ഞാൻ വിളിക്കാൻ? അവനാരാണ്? അതിപ്പം ഞാനിപ്പോൾ ഡാനിയെ പറ്റി ഒരു വീഡിയോ ചെയ്യുന്നു, ആ വീഡിയോ കണ്ട് ഡാനിക്ക് എന്നെ വിളിക്കാനുള്ള അവകാശമുണ്ട്. എന്തിനിത് ചെയ്തു, അല്ല ഈ വീഡിയോ തിരുത്തണം എന്നെന്തുകൊണ്ട് ഡാനി പറഞ്ഞില്ല? അല്ല, എനിക്ക് വിളിക്കേണ്ട കാര്യമില്ല. കാര്യം എന്ന് വെച്ചാൽ അവൻ അതിൻ്റെ സത്യാവസ്ഥ അറിഞ്ഞു എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയല്ലോ. തെളിവുണ്ടോ? എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു വ്യക്തി ഈ സീക്രട്ട് ഏജൻറ്റിൻ്റെ കൂട്ടുകാരനാണ്, എൻ്റെയും കൂട്ടുകാരനാണ്. ഓക്കെ, അയാൾ നിന്ന് സംസാരിച്ചിട്ട് എന്നോട് വിളിക്കാൻ വേണ്ടി പറഞ്ഞതുപോലെ പറഞ്ഞിട്ട് പോയതാണ്. പക്ഷെ ഞാൻ വിളിച്ചില്ല എന്നേ ഉള്ളൂ. എനിക്കതിൻ്റെ ആവശ്യമില്ല. തെറ്റ് എനിക്ക് സംഭവിക്കാം, അജിന് സംഭവിക്കാം, എല്ലാവർക്കും സംഭവിക്കാം. അത് തെറ്റാണെന്ന് രണ്ടാമത് മനസ്സിലാക്കി കഴിഞ്ഞാൽ രണ്ടാമത് തിരുത്താനുള്ള ഒരു മനസ്സ് കാണിക്കണം. ആ മനസ്സില്ലാത്തവരോടൊന്നും എനിക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ എന്നും. അപ്പോഴും ഞാൻ ചോദിക്കുന്നത് ഡാനിക്കൊന്ന് വിളിക്കാമായിരുന്നു. അതിൻ്റെ ആവശ്യം എനിക്കില്ലല്ലോ. തെറ്റാണെന്ന് മനസ്സിലാക്കിയിട്ട് തിരുത്താത്ത ഒരു വ്യക്തിയുടെ അടുത്ത് ഞാൻ വിളിച്ച് തിരുത്തി പറയേണ്ട കാര്യം എന്താണ്? അതിൻ്റെ ആവശ്യം എന്താണ്? ഡാനിക്കാണെങ്കിൽ പോലും പേഴ്സണലി തോന്നിയായിരുന്നു. ഇപ്പൊ സീക്രട്ട് ഏജന്റ് എന്ന് പറഞ്ഞ വ്യക്തി മാത്രമല്ല ഇട്ടത്, അല്ലല്ല, സീക്രട്ട് ഒരുപാട് ചാനൽസ് ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടത് സീക്രട്ട് ഏജന്റ് ആണ്. ഓക്കെ, ഈ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഇടയിൽ ബാക്കി ഒരു ഇൻഫ്ലുവൻസർ വലുതായിട്ട് ഇട്ടിട്ടില്ല. ഈ ഇൻഫ്ലുവൻസർ ഇട്ടിട്ടും ആ തെറ്റ് മനസ്സിലാക്കിയല്ലോ. അത് എനിക്ക് മനസ്സിലായി, ആ വ്യക്തിക്ക് അത് മനസ്സിലായി എന്നുള്ളത്. എന്നിട്ട് അത് തിരുത്തിയില്ല എന്നുണ്ടെങ്കിൽ എന്താണ്? അന്ന് ശരിക്കും ഒരുപാട് വിഷമിച്ചിരുന്നു ഡാനി. ഏത് ഇവൻ്റെ വീഡിയോ കണ്ടിട്ടാണോ? അല്ല, ഇവൻ്റെ വീഡിയോ ഒന്നും പ്രശ്നമല്ല. അല്ലാതെ എൻ്റെ ലൈഫിലുണ്ടായ ഇൻസിഡൻറ്റ് കാരണം ഞാൻ വിഷമിച്ചു. അല്ലാതെ ഈ പോലീസ് കേസോ ബാക്കി പ്രശ്നങ്ങളോ ഇതോ ആൾക്കാരെന്ത് ചിന്തിക്കും സോഷ്യൽ മീഡിയ അതൊന്നുമല്ല എന്നെ ബാധിച്ച വിഷയം. എന്നെ ബാധിച്ച വിഷയം എൻ്റെ വീട്ടിൽ നടന്ന പ്രശ്നം തന്നെയായിരുന്നു എന്നെ ഏറ്റവും കൂടുതൽ ബാധിച്ചത്. എല്ലാ മനുഷ്യരും ഈ ലോകത്ത് പെർഫെക്റ്റ് ഒന്നുമില്ല. ഈ പറഞ്ഞ ഞാനാണെങ്കിലും ഡാനി ആണെങ്കിൽ പോലും. അപ്പോൾ തിരുത്തേണ്ടടുത്ത് തിരുത്തണം. അതെ, അവിടെ നിലപാടോ കാര്യങ്ങളോ നോക്കിയിട്ട് നമ്മൾ ചെയ്ത് തെറ്റാണോ തിരുത്തേണ്ടടുത്ത് തിരുത്തണം. തീർച്ചയായിട്ടും. ഇപ്പം ഡാനി തന്നെ പറഞ്ഞു, ഒരുപാട് വിമർശനങ്ങളും തെറ്റായ പ്രചരണങ്ങളും എന്നെപ്പറ്റി ആളുകൾ പറയുന്നുണ്ടെന്ന്. ഇപ്പോഴും പറയുന്ന പല പ്രചരണങ്ങളും എന്തൊക്കെയാണ് തെറ്റായത്? തെറ്റായ പ്രചരണങ്ങൾ പറയുന്നത് ഞാൻ ഈ പ്രശ്നങ്ങൾക്ക്, ഈ അടിപിടി ക്രിമിനൽ കേസുകൾക്കൊക്കെ പോകുന്നുണ്ട്, ഈ ഗുണ്ടാ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്നൊക്കെ തെറ്റായ ധാരണകൾ പലരുടെ ഇടയിലും ഇപ്പോഴും സ്പ്രെഡ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ അതെന്തോ ജനങ്ങളോട് പറയാനുള്ളത്? അല്ല, അതാണ് എനിക്ക് പറയാനുള്ളത്. ജനങ്ങളോട് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ
ഒരിക്കലും ഒരു ക്രിമിനലോ ഗുണ്ടായിട്ടുള്ള ഒരു വ്യക്തിക്ക് ഇങ്ങനെ ഒരു ആർട്ടിസ്റ്റ് മേഖലയിലോട്ട് നിൽക്കാനോ അല്ലെങ്കിൽ ഒരു മ്യൂസിക് മേഖലയിലോട്ടോ കൺസിസ്റ്റൻ്റ് ആയിട്ടോ ഒന്നും നിൽക്കാൻ വേണ്ടി പറ്റത്തില്ല. അങ്ങനെ ആരും ആക്സെപ്റ്റ് ചെയ്യത്തില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്നെ എങ്ങനെ എന്തുകൊണ്ടാണ് എനിക്ക് പുറത്ത് രാജ്യത്തിൽ DJ ഷോസും നാട്ടിലെ DJ ഷോസൊക്കെ ഒരു ക്രിമിനൽ ഒരു വ്യക്തിക്ക് കൊടുക്കുമോ ആൾക്കാർ? കൊടുക്കത്തില്ല. ഇപ്പോൾ ഇത്രയും സംസാരിച്ചപ്പോൾ ഡാനി എന്താണെന്നൊരു മുഖചിത്രം എനിക്ക് തന്നെ മനസ്സിലായി. ശരിക്കും ഒരാളോട് ഒരു 5 മിനിറ്റ് സംസാരിച്ച് തീരാനുള്ള പ്രശ്നങ്ങളേ ഉള്ളൂ പറഞ്ഞ ജീവിതത്തിൽ, അല്ലേ? ഡാനിയെപ്പറ്റി കൂടെ നിൽക്കുന്നവരും അല്ലാത്തവരുമായി തന്നെ പറയുന്ന മറ്റ് ചില പ്രചരണങ്ങളാണ് ഒരുപാട് സ്ത്രീകളുമായിട്ട് ഡാനിക്ക് ബന്ധമുണ്ടെന്ന്. അതിനെന്താണ് പറയാനുള്ള മറുപടി? അല്ല, അത് ഞാനും ഒരുപാട് കേൾക്കാറുണ്ട്. പക്ഷേ എന്നെ നേരിട്ട് കേൾക്കാറില്ല. അല്ല, ഞാൻ ഒരുപാട് റൂമേഴ്സ് ഇങ്ങനെ കേൾക്കാറുണ്ട്. സ്വാഭാവികമായിട്ട് ഞാനൊരു DJ ആർട്ടിസ്റ്റാണ്. അപ്പം അത്യാവശ്യം നമുക്ക് ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതിൽ ആണുങ്ങളും പെടാം പെണ്ണുങ്ങളും പെടാം. അപ്പോൾ ഒരു പെണ്ണ് വന്ന് ചിലപ്പം ഇപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾക്ക് പെണ്ണുങ്ങളൊന്ന് സംസാരിക്കുന്നതിനോ കാളും കൂടുതൽ ചിലപ്പോൾ എൻ്റെ അടുത്ത് സംസാരിക്കുമായിരിക്കാം. ഒരു DJ ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് സംസാരിക്കുമായിരിക്കാം. അത് വളച്ചൊടിച്ച് ഈ സംസാരിക്കുന്ന പെണ്ണുങ്ങളായിട്ട് എനിക്ക് വേറെ തരത്തിലൊരു ബന്ധമുണ്ട് എന്ന് പറഞ്ഞ് നടക്കുന്നവരെ വാടക്കാൻ എനിക്ക് പറ്റില്ല. പക്ഷേ എനിക്ക് അത്തരത്തിലുള്ള ബന്ധങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാൻ എല്ലാവരെയും എൻ്റെ ഒന്നുകിൽ ഫ്രണ്ട്സായിട്ടോ അല്ലെങ്കിൽ എൻ്റെ സഹോദരിമാരായിട്ടോ ഒക്കെ കണ്ട് തന്നെയാണ് ഞാൻ പോകുന്നത് എപ്പോഴും. നെഗറ്റീവ് കമൻറ്റ്സ് ഇടുന്നവരോട് എനിക്കൊന്നും പറയില്ല. നെഗറ്റീവ് കമൻറ്റ്സ് ഇടുന്നവരോട് എനിക്കൊന്നും പറയാനില്ല. ഈ നെഗറ്റീവ് കമൻറ്റ്സ് ഇടുന്നവരാണ് എന്നെ ഇത്രത്തോളം അറിയപ്പെടുന്നവരാക്കിയത്. അപ്പോൾ അവരോട് നന്ദി മാത്രമേ ഉള്ളൂ. അവരോട് എപ്പോഴും നന്ദി മാത്രമല്ല. ഇനിയും ഈ വീഡിയോയുടെ താഴെ നെഗറ്റീവ് കമൻറ്റ്സ് ഇടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഡാനിയുടെ ഇരുത്തവും ഡാനിയുടെ ആ ഒരു മാലയും ആ ഒരു നടത്തമൊക്കെ കണ്ട ആരാണെങ്കിലും ഗുണ്ടയെന്ന് പറയും. അത് അവരെ തെറ്റു പറയാൻ പറ്റുമോ ഡാനി? അത് സംഭവം എന്ന് വെച്ചാൽ ഈ ജനറേഷനിൽ ഞാൻ കാലത്തിനൊപ്പം ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ഈ കാലത്തിലെ ആ യുവാക്കളുടെ ഇടയിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ അവരുടെ പോലത്തെ ഫാഷനൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണ്ടേ ചിലതൊക്കെ. അത്രയൊക്കെ ഉള്ളൂ. അല്ലാതെ നമുക്കിങ്ങനെ ഗുണ്ടകൾക്ക് ഇങ്ങനെ പ്രത്യേക വേഷം ഉണ്ടോയെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. അങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല. അത് ആളുകൾ ചിത്രീകരിച്ചത്, ആൾക്കാർ ചിത്രീകരിക്കുന്നതല്ലേ. ആളുകളുടെ മനസ്സിൽ മുടി നീട്ടി വളർത്തുന്നതും കഞ്ചാവ്, കുറച്ച് മസിലും വലിയ മാല സെറ്റപ്പ് ഉണ്ടെങ്കിൽ ഗുണ്ട. അപ്പോൾ ആ തെറ്റിദ്ധാരണ മാറണ്ടേ? അത് മാറി വരുന്നുണ്ട്, ഒരുപാടൊക്കെ മാറി വരുന്നുണ്ട്. ഇപ്പോൾ വരുന്നുണ്ട്. എങ്കിലും പലരും ഇങ്ങനെയൊക്കെ തന്നെയാണ് ചിന്തിക്കുന്നത്. ആരെങ്കിലും ഒക്കെ പറഞ്ഞോണ്ടോ നീ കടുക്കനിട്ടാ നീ ഗുണ്ടയാന്ന് തന്നെ പറയപ്പെടാന്ന്? അങ്ങനെ കുറേ പേര് പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ കടുക്കാൻ മാറ്റിയിട്ടുണ്ടോ? മാറ്റത്തില്ലേ? ജയറാം കടുക്കാൻ ഇട്ടിട്ടുണ്ടല്ലോ. ജയറാം ഗുണ്ടയാണോ? സിനിമാ നടൻ. പറയുന്നതിന് മറുപടി ആർക്കാണെങ്കിലും കൊടുക്കും. അത് പിന്നെ പറഞ്ഞ് മറുപടി കൊടുത്തില്ലെങ്കിൽ പിന്നെ ഡാനി ആവാതിരിക്കുമോ? കൊടുക്കേണ്ടത് കൊടുക്കും. അതെ. ഈ മറുപടി സ്പോട്ടിൽ കൊടുക്കാനുള്ള കഴിവ് ഡാനിക്ക് എവിടെ നിന്നാണ് വന്നേ? സ്കൂൾ കോളേജ് കാലഘട്ടമാണ്? അല്ല, അത് ഇതേപോലെ കണ്ടിന്യൂസ് ആയിട്ട് ആൾക്കാർ ഇങ്ങനെ ചോദിച്ച് ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഇപ്പോഴും വലുതായിട്ട് ആൾക്കാർ ചോദിക്കുന്നില്ല. നേരത്തെ ആണെങ്കിൽ ഒരുപാട് പേര് ചോദിക്കുമായിരുന്നു. ഒരു സമയത്ത് ചോദ്യങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു. അതെ. ഉത്തരങ്ങൾക്ക് കൊടുക്കാൻ പോലും കേൾവിക്കാരായിട്ട് ആരും ഇല്ലായിരുന്നു. അതെ. അത് കൊടുത്ത് ശീലിച്ചതുകൊണ്ട് ഇപ്പോൾ എല്ലാവർക്കും വ്യക്തമായിട്ട് കൊടുക്കാനും പറ്റുന്നുണ്ട്. ചോദ്യങ്ങളും കുറവാണ് ഇപ്പോൾ. അപ്പോൾ ഇനി ചോദിക്കുന്നതിന് മറുപടി കൊടുക്കും. അതെ, തീർച്ചയായിട്ടും കൊടുക്കും. അതിനൊരു വ്യത്യാസവും ഒരു വ്യത്യാസമില്ല. അപ്പം DJ ഡാനിയായിട്ട് ലോകം മുഴുവൻ അറിയപ്പെടട്ടെ. സംസാരിച്ചതിലും കണ്ടതിലുമൊക്കെ ഒരുപാട് സന്തോഷം. ഈ വീഡിയോ ഇറങ്ങുമ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മൾ തന്നെ കേട്ടോ ഓരോരുത്തരെ ഗുണ്ടയാക്കുന്നതും കള്ളനാക്കുന്നതും ഇല്ലാത്തവനാക്കുന്നതും. ശരിക്കും നമ്മുടെ ചിന്താഗതി ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് ഒരാളോട് സംസാരിച്ചാൽ അവൻ്റെ ഉള്ളിൽ എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അപ്പോൾ ഇനി മുന്നോട്ടുള്ള യാത്രയിലും ആഗ്രഹിച്ച സ്വപ്നങ്ങളെല്ലാം കീഴടക്കാൻ പറ്റട്ടെ. എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് താങ്ക് യു. താങ്ക് യു അജിൻ. താങ്ക് യു.